ചൈനയിലെ ഡോങ്ലു ഗ്രാമത്തിലാണ് ഈ സംഭവം. 1900-ങ്ങളിൽ ബോക്സർ കലാപം നടക്കുമ്പോഴാണ് ആകാശത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അത്ഭുതം സംഭവിച്ചത്. 1899-നും 1901-നുമിടയിൽ ചൈനയിൽ നടന്ന ഒരു അക്രമാസക്തമായ ആഭ്യന്തര കലാപമായിരുന്നു ബോക്സർ കലാപം. വിദേശ ശക്തികളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്തു തുരത്തുക എന്നതായിരുന്നു ബോക്സറുടെ ദൗത്യം. 10,000 ബോക്സർ പട്ടാളക്കാർ ബീജിംഗിൽ നിന്ന് ഏകദേശം 90 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഡോങ്ലു ഗ്രാമം വളഞ്ഞു. 700-നും 1000-നും ഇടയിൽ ജനസംഖ്യയുള്ളതായി കരുതപ്പെടുന്ന ഗ്രാമത്തിലെ എല്ലാ കത്തോലിക്കരെയും കൊല്ലുമെന്ന് ബോക്സർ കലാപകാരികൾ പ്രതിജ്ഞയെടുത്തു. ഇത് മനസ്സിലാക്കിയ അവിടുത്തെ വൈദികൻ തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. വളരെ കുറച്ച് തോക്കുകളും ഒരു പീരങ്കിയും മാത്രം ഉപയോഗിച്ച് ഗ്രാമവാസികൾ അക്രമകാരികളെ 4 തവണ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പെട്ടെന്ന് പട്ടാളക്കാർ ഗ്രാമവാസികളെ പേടിപ്പിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെക്കാൻ തുടങ്ങി. പരിഭ്രാന്തരായ ഗ്രാമവാസികൾ അവിടം വിട്ടോടി. പെട്ടെന്ന് വലിയൊരു പ്രകാശം ആകാശത്ത് കാണുകയും അതിന്റെ നടുവിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി. ഇത് കണ്ട ബോക്സർ കലാപകാരികൾ ആകാശത്തേക്ക് വെടിയുതിർത്തെങ്കിലും ആ രൂപം അതുപോലെ തന്നെ തെളിഞ്ഞു നിന്നു. കൂടാതെ ഒരു അപരിചിതനായ കുതിരക്കാരൻ ബോക്സർ കലാപകാരികളുടെ അടുത്തേക്ക് വരികയും കലാപകാരികളെ ഓടിച്ചുവിടുകയും ചെയ്തു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്നും കുതിരക്കാരൻ പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ ആണെന്നുമാണ് ചൈനക്കാരുടെ വിശ്വാസം. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 3 വർഷത്തിനു ശേഷം ഗോത്തിക് ശൈലിയിൽ ഒരു വലിയ പള്ളി പണിതീർത്തു. കൂടാതെ പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നതിനായി സ്വർണവും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച കന്യകാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും ഒരു ചിത്രം വരയ്ക്കാൻ പുരോഹിതൻ ഉത്തരവിട്ടു. അതനുസരിച്ച് ഒരു മാതാവിന്റെ ചിത്രം വരച്ച് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ചൈനീസ് സംസ്കാരത്തിൽ മഞ്ഞ ഒരു സാമ്രാജ്യത്വ നിറമാണ്. അതിനാൽ ചക്രവർത്തിനിയുടെ രാജകീയ വസ്ത്രമാണ് മാതാവിനും ഈശോയ്ക്കും നൽകിയിരിക്കുന്നത്. ഈ ദേവാലയം പിന്നീട് 1941-ൽ തകർക്കപ്പെടുകയും 1991-ൽ പള്ളി പുതുക്കി പണിയുകയും ചെയ്തു. അത് പഴയ പള്ളിയേക്കാൾ 1/3 വലുതും 3000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഈ മാതാവിന്റെ ചിത്രം കാണാനും പ്രാർത്ഥിക്കാനും നിരവധി പേരാണ് ചൈനയിലെ ഡോങ്ലു ഗ്രാമത്തിൽ എത്തുന്നത്.